نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر ഹായ് ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിന് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും നമ്മളെ വർക്ക് ബുക്കിലും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ 2 ചാപ്റ്ററിൽ എന്ത് കഥയാ പറയുന്നത്, ആ കഥകൾ കേട്ടതാ ഓൾറെഡി ഇല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ഞെക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങനെ മിനുങ്ങുന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. റെഡിയാണോ? നേരെ നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്? നമ്മൾ ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കാൻ പോവാണ്. പിന്നെ ഇതിന്റെ PDF-കൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ PDF കിട്ടാൻ വേണ്ടി താഴത്തോടെ എങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്, അതിലുള്ള പോലെ ഫോളോ ചെയ്യാം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ പോകും. ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ പരീക്ഷന്റെയും PDF-കൾ നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. റെഡിയാണ്? നമ്മൾ നേരെ പോവാണ്. ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മുടെ ടീം റെയിൻ അല്ലെ, അല്ലെങ്കിൽ ടീം റെയിൻ എന്ന് പറയുന്ന ഒരു പാഠാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഒരു റെയിൻ എന്ന് പേരുള്ള കുറച്ച് കൂട്ടുകാര് അല്ലെ, നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ദിസ് ചാപ്റ്റർ ടെൽസ് ദ സ്റ്റോറി ഓഫ് 4 ഫ്രണ്ട്സ്. 4 കൂട്ടുകാരുടെ കഥയാവും ഇത് പറയുന്നത്. ആരൊക്കെ കഥയാ? റിതു ഉണ്ട്, ഇമ ഉണ്ട്, അമി ഉണ്ട്, ആൻഡ് നീലു ഉണ്ട്. ഇങ്ങനെ 4 ആൾക്കാരെ കഥയാ പറയുന്നത്. അവരൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിന്റെ പേരാണ് റെയിന്. എന്താ അവരുടെ പേര്? റെയിന് അല്ലെ. ഈ 4 ആൾക്കാരാണ് ടീം. ആരൊക്കെയാ? റിതു, ഇമ, അമി, നീലു. ഇവർ 4 ആൾക്കാരും കൂടി ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് റെയിൻ. They do everything together. അവരെല്ലാം ഒരുമിച്ചാണ് ചെയ്യുക. ഇൻക്ലൂഡിങ് വാക്കിംഗ്, പ്ലേയിങ്, കളിക്കുകയും നടക്കുകയും ഒക്കെ അവർ ഒരുമിച്ച്. ആര്? ദ ടീം റെയിൻ എന്ന് പറയുന്ന 4 ആൾക്കാര്. എന്നിട്ടോ പിന്നെയോ ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദെയർ ഫൺ അഡ്വഞ്ചർ. നമ്മളെ കഥ അവരുടെ ഫൺ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തത് അല്ലെ. സച്ച് ആസ് ഡാൻസിങ് ഇൻ ദ റെയിൻ. മഴയത്ത് ഡാൻസ് ചെയ്യുമ്പോഴും. പിന്നെയോ ചേസിങ് ബട്ടർഫ്ലൈസ്. പൂമ്പാറ്റന്റെ ബേക്കിൽ ഇങ്ങനെ ചേസ് ചെയ്ത് അതിനെ പിടിക്കാൻ പോകുമ്പോഴും. പിന്നെയോ ആൻഡ് റൈഡിങ് ദെയർ സൂപ്പർ ബൈസിക്കിൾ. അവർക്കൊരു ബൈസിക്കിൾ ഉണ്ട്. അതിന് റൈഡ് ചെയ്യും. അതിങ്ങനെ റോഡുമ്മ കൂടിയും ഗ്രാസിൽ കൂടിയും ഒക്കെ പോകും. ചിലപ്പോൾ അത് പറക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ള ഒരു ബൈസിക്കിൾ ഉണ്ട് അവർക്ക്. ദേ ഓൾസോ എൻജോയ് ഫ്ലൈയിങ് കൈറ്റ്സ്. വട്ടം പറത്തുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ക്ലൈംബിങ് ട്രീസ്. മരം കയറുന്നവർക്ക് ഇഷ്ടമാണ്. മരം കയറുന്ന ഇഷ്ടമാണ്, പട്ടം പറത്തുന്ന ഇഷ്ടമാണ്, സൈക്കിൾ ഓടിക്കുന്ന ഇഷ്ടമാണ്, പൂമ്പാറ്റന്റെ ബാക്കിൽ ചേസ് ചെയ്ത് പോകുന്ന ഇഷ്ടമാണ്, ഡാൻസിങ് ഇൻ ദ റെയിൻ, മഴയത്ത് കളിക്കുന്ന ഒക്കെ അവർക്ക് ഇഷ്ടമാണ് അല്ലെ. ദ യൂണിറ്റ് എൻഡ് വിത്ത് ദ ടീം സ്പോട്ടിങ് എ റെയിൻബോ ഫ്രം ട്രീ ടോപ്പ് ആൻഡ് ഡിസൈഡിങ് ടു ഗോ ഹിൽ ടോപ്പ്. അപ്പൊ ഈ ലാസ്റ്റ് സമയത്ത് ഇവര് റെയിൻബോ കാണുകയും ഹിൽ ടോപ്പിന്റെ മുകളിലാണ് റെയിൻബോ കാണുന്നത്. അങ്ങനെ റെയിൻബോ കണ്ടിട്ട് അറിയില്ല എന്താ സാധനം. ഞാൻ കഴിക്കുള്ളൂ. എന്തോ മിറാക്കിൾ ഫ്രൂട്ട് ആണ് പോലും. അതും പറഞ്ഞതാ മിറാക്കിൾ ഫ്രൂട്ട്. എനിക്കറിയില്ല, ഞാൻ കഴിയില്ല. ഞാൻ കൊണ്ട് വെച്ച കുറച്ചായിട്ട് കഴിക്കാം. ഇത് കഴിയട്ടെ, അപ്പൊ അത് പറയട്ടെ. ഓക്കെ, റെഡി. അപ്പോൾ സ്പോട്ടിങ് എ റെയിൻബോ ഫ്രം എ ട്രീ ടോപ്പ് ആൻഡ് ഡിസൈഡഡ് ടു ഗോ ദ ഹിൽ ടോപ്പ് ടു ട്രൈ ടു ടച്ച് ഇറ്റ്. ഏറ്റവും അവസാനം ഈ പാടത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇവരൊരു റെയിൻബോ കാണാം, മഴവില്ല് കാണാണ്. മഴവില്ല് കണ്ടിട്ട് ഹിൽ ടോപ്പിന്റെ മുകളിലാണ് കാണുന്നത്. എന്നിട്ട് അങ്ങോട്ട് പോകാനോ അതിനെ തൊടാനും വേണ്ടിയിട്ടാണ് ഈ പാഠം അവസാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം അവസാനിക്കുന്നത് അല്ലെ. ഇനി ഈ പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം അല്ലെ. പാഠത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ പേരാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഈ 4 ആൾക്കാരുടെ പേര് റിതു, ഇമ, അമി, നീലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 ആൾക്കാരുടെ പേര് നമ്മൾ അറിയണം. പിന്നെന്താ ഇവർ കുറച്ച് വാക്കുകൾ. വാക്ക് നടക്കുക, പ്ലേ എന്ന് പറഞ്ഞാലോ കളിക്കുക, ഡാൻസിങ് ഡാൻസ് ചെയ്യുക, ചേസ് എന്ന് പറഞ്ഞാലോ അല്ലെ ചേസിങ് ബട്ടർഫ്ലൈസ് അതിനെ ചേസ് ചെയ്യുക അല്ലെ. മൂവ്സ് എന്ന് പറഞ്ഞാലോ മൂവ്സ് അല്ലെ. പിന്നെ ഫ്ലൈസ്. പിന്നെയോ ക്ലൈംബ് പിടിച്ച് കയറാൻ നോക്കിയല്ലേ മരത്തിന്റെ പോലെ. പിന്നെ ഷൗട്ടഡ്, ടച്ച്. ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധം. ഈ വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധം. ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇനി അടുത്തത് പിന്നെ ബട്ടർഫ്ലൈസ്, റെയിന്, ബൈസിക്കിള്, റോഡ്, ഗ്രാസ്. എന്താ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല് അല്ലെ. കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടമാണ്. മാംഗോ എന്താ നിങ്ങൾക്ക് അറിയാം. ഹില്ല് എന്താന്ന് അറിഞ്ഞൂടെ? മല. പിന്നെയോ ട്രീ ഉണ്ട്, റെയിൻബോ ഉണ്ട്. ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. റെയിന്, ബട്ടർഫ്ലൈസ്, ബൈസിക്കിള്, റോഡ്സ്, ഗ്രാസ്,
കൈറ്റ്, മാംഗോ, ഹില്ല്, ട്രീ ആൻഡ് റെയിൻബോ അല്ലെ. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അതേപോലെ ഇതിന് മുകളിലുള്ള വോക്ക്, പ്ലേ, ഡാൻസിങ്, ചേസ്, മൂവ്സ്, ഫ്ലൈസ്, ക്ലൈംബ്, ഷൗട്ടഡ്, ടച്ച്, ഇതൊക്കെ നമുക്ക് ഈ പാടത്ത് പഠിക്കാനുള്ളത്. ഈ പാടത്ത് പറയുന്ന 4 ആൾക്കാരുടെ പേര് ഇല്ല. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ എന്തൊക്കെയാ നമുക്ക് ആനുവൽ എക്സാമിനെ കുറിച്ച് ഈ ടീം മെമ്പേഴ്സിന്റെ പേര് നമ്മൾ എന്തായാലും നമുക്ക് അറിയണം അല്ലെ. ബി ഏബിൾ ടു ലിസ്റ്റ് ദ നെയിം ഓഫ് ദ ഈ 4 ടീം മെമ്പേഴ്സ്, ഇവരെ പേര് നമുക്ക് അറിയണം. പിന്നെയോ റിമെമ്പർ വാട്ട് ദ ടീം ലൈക്ക് ടു ഡു സച്ച് ആസ് പ്ലേയിങ് ഇൻ ദ റെയിൻ, ചേസിങ് ബട്ടർഫ്ലൈസ്, ക്ലൈംബിങ് ട്രീസ്. അവരൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള അഡ്വഞ്ചറുകൾ. അതായത് ഈ പറഞ്ഞ ചേസ്, ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്യുക, മഴയത്ത് കളിക്കുക, പിന്നെന്താ മരത്തിന്റെ മുകളിൽ പിടിച്ച് കയറുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തതാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്കൊരു സൂപ്പർ ബൈസിക്കിൾ ഉണ്ട്. ആ ബൈസിക്കിള് റോഡിൽ കൂടെയും പിന്നെ ഗ്രാസിൽ കൂടെ ഒക്കെ പോകും. ചില സമയത്ത് അവർക്ക് അത് പറക്കുന്ന പോലെയൊക്കെ തോന്നും ഇല്ലേ, ഫ്ലൈസ് അല്ലേ. ഇനി അതോ കൈറ്റിന്റെ സീനാണെങ്കിലോ അണ്ടർസ്റ്റാൻഡ് ദ ഫ്രണ്ട്സ് ദാറ്റ് ദ ഫ്രണ്ട്സ് വർ കമ്മിറ്റിംഗ് ടു സീ ഹൂസ് കൈറ്റ് വാസ് ഫ്ലൈയിങ് ഹൈ അല്ലേ. കൈറ്റ് ഇവരിങ്ങനെ പറത്തി ഒക്കെ നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ റെയിൻബോ അഡ്വഞ്ചർ ആണ്. ഹൂ സോ ഇറ്റ്, ആരാണത് കണ്ടത്? റിതു ആണ്. വേർ ഈസ് ഇറ്റ്, എവിടെയായിരുന്നു? അപ്പോൾ ഹിൽ ടോപ്പിലായിരുന്നു. വാട്ട് ഡു ദേ വാണ്ട് ടു ഡു, അവർക്ക് അതൊക്കെ പോയിട്ട് തൊടണം, റെയിൻബോ പോയിട്ട് തൊടണം ഇല്ലേ. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഇതോടുകൂടി ഒരു പാഠം ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മളെ ആക്ടിവിറ്റി ബുക്കിൽ കുറച്ച് സാധനങ്ങൾ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്ത് ആക്ടിവിറ്റി ബുക്കിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. പാടറിഞ്ഞാലാണല്ലോ ആക്ടിവിറ്റി ബുക്കിലുള്ള കാര്യം. പാടറിയാണ്ട് നമ്മൾ ആക്ടിവിറ്റി ബുക്ക് പോയിട്ട് ആക്ടിവിറ്റി ബുക്കിലുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ പാടെ നമുക്ക് അറിയണം ആദ്യം വേണ്ടേ. പാടറിയാണ്ട് എങ്ങനെ നമ്മൾ പോയിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചെറിയൊരു പാഠം കൂടെ പറയും. 2 പാടേ ഉള്ളൂ, സിമ്പിള് പാടാ. 2 പാഠത്തിൽ നമുക്ക് റോബോട്ട്, നമുക്കറിയാം ഈ റോബോട്ടിന്റെ കഥയൊക്കെ നമുക്കറിയാം. സാറ് പറയുന്നത് കേട്ടോ. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ നെയ്മഡ് സിയ ആൻഡ് ഹെർ ഹെൽപ്ഫുൾ റോബോട്ട്. റോബോട്ടിന്റെയും സിയന്റെയും കഥയാണ് ഈ ഒരു റോബോട്ടിന്റെയും സിയന്റെയും കഥയാണ് പാടത്ത് പറയുന്നത് അല്ലേ. റോബോ ദേ പ്ലേ ടുഗദർ ഇൻ ദ ഗാർഡൻ. അവരൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കളിക്കും അല്ലെ. സിയ മദേഴ്സ് ലോസസ് ദ ഷെൽഫ് കീ. സിയന്റെ മദറിന്റെ അടുത്തുനിന്ന് ഷെൽഫിന്റെ കീ അങ്ങ് വീണുപോയി. റോബോ യൂസസ് ഹിസ് ടെക്നോളജി ഫ്ലാഷിംഗ് സ്ക്രീൻ ടു ഫൈൻഡ് ഇൻ ദ ഡസ്റ്റ്ബിൻ. അപ്പോൾ റോബോ എന്ത് ചെയ്തു, അതിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത് എവിടെയാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ മനസ്സിലായി, ഡസ്റ്റ്ബിന്നിലാന്ന് മനസ്സിലായി അല്ലെ. ലേറ്റർ വൈ പ്ലേയിങ് എ ക്രോ സ്റ്റീൽഡ് സിയാസ് ക്യാപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ മാംഗോ ട്രീ. കുറച്ച് കഴിഞ്ഞ് ഇവർ കളിക്കുന്ന സമയത്ത് ഒരു കാക്ക വന്നിട്ട് സിയന്റെ കൊപ്പി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒരു മാവിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച് ഇല്ലേ. എന്തൊരു കാക്കയാ അത് ഇല്ലേ. എന്നിട്ടോ റോബോ ഹെൽപ്സ് ബൈ മേക്കിംഗ് ഹിസ് ഹാൻഡ്സ് ഗ്രോ ലോങ് ടു റീച്ച് ദ ബ്രാഞ്ച്. അപ്പൊ റോബോന്റെ കൈ ഇങ്ങനെ നീണ്ടു പോകുന്ന കയ്യാ. അത് നീണ്ടു പോയിട്ട് ആ കൈ എടുത്തിട്ട് ആ മാംഗോന്റെ മുകളിലുള്ള മാംഗോ ട്രീന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുള്ള ആ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയി ഇല്ലേ. ഫൈനലി എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ആൻഡ് ദ ക്യാപ് ഫാർ അവേ ദ സിറ്റി പാർക്ക്. അങ്ങനെ പറയേണ്ടത് എടുക്കാൻ പോയ സമയത്തൊക്കെയാണ് എന്ത് ചെയ്തത്, വലിയൊരു കാറ്റടിച്ച് നോക്കുമ്പോൾ ഈ മുകളിലുള്ള ആ മാംഗോ ട്രീന്റെ മുകളിലുള്ള ക്യാപ്പ് പറന്ന് സിറ്റി പാർക്കിലേക്കാട്ട് പോയി. പിന്നെ ആൻഡ് ദ സ്റ്റോറി ഫോളോസ് ദെയർ അഡ്വഞ്ചർ ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. എന്നിട്ട് ആവും എടുക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ കഥ പറയുന്നത് അല്ലേ. അപ്പൊ സിയയും റോബോട്ടും ആണില്ലേ, മദറും ഉണ്ട്, അമ്മയുണ്ട്. ഇവരെ കീ ആദ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഡസ്റ്റ്ബിന്നിൽ ആ കീ ഉള്ളത് റോബോന്റെ ഫ്ലാഷ് സ്ക്രീനിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ കണ്ടെത്തും. അങ്ങനെ അത് എടുക്കാൻ നോക്കും. പിന്നെ ഒരു കാക്ക വന്നിട്ട് സിയന്റെ തൊപ്പി എടുത്തിട്ട് വലിയൊരു മാവിന്റെ മുകളിൽ കൊണ്ടുവെക്കും. അത് എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി പോകുമ്പോൾ ഒരു കാറ്റ് വന്നിട്ട് സിറ്റി പാർക്കിലേക്ക് അങ്ങനെ അടിച്ചു കൊണ്ടുപോകും. റെഡി, നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ആണ് ഇല്ലേ. സിയ, റോബോ, മദർ, 3 ആൾക്കാരാണ് ക്യാരക്ടർ ആയിട്ടുള്ളത് ഇല്ലേ. പിന്നെയോ ഏതൊക്കെയാ? കീ ഉണ്ട്, ഷെൽഫ് ഉണ്ട്, പേഴ്സ് ഉണ്ട്, ഡസ്റ്റ്ബിൻ ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട് അല്ലേ. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ? നമുക്ക് ചിലപ്പോൾ ഒരു ഇമേജ് തന്നിട്ട്, എന്തെങ്കിലും ഒരു ഇമേജ്, ഒരു ചിത്രം തന്നിട്ട് നമ്മളോട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ വാക്കുകൾ നമുക്ക് അറിയണം. കീ, ഷെൽഫ്, പേഴ്സ്, ഡസ്റ്റ്ബിൻ, ക്യാപ്പ്, ബ്രാഞ്ച്. പിന്നെയോ ഗാർഡന്, മാംഗോ ട്രീ, സിറ്റി പാർക്ക്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെയോ ഇവിടെ കുറച്ച് സൗണ്ട് പറയുന്നുണ്ട്. ക്ലിക്ക് ക്ലാക്ക് എന്നുള്ള സൗണ്ട് ആണെങ്കിൽ റോബോ അങ്ങനെ നടക്കുമ്പോഴാണ് ക്ലിക്ക് ക്ലാക്ക് എന്നുള്ള സൗണ്ട് ഉണ്ടാകുക.
ബീപ്പ് ബീപ്പ് എന്നുള്ള സൗണ്ട് ആണെങ്കിൽ റോബോന്റെ സ്ക്രീൻ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് ഉണ്ടാകുക. വിർ എന്ന് പറയുന്ന സൗണ്ട് ആണെങ്കിലോ അത് റോബോന്റെ കൈ ഇങ്ങനെ നീളുമാണ് വിർ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാകുക. പിന്നെ ഫ്ലാഷ്ഡോ വെൻ എ ലൈറ്റ് കംസ് ഓൺ ദ സ്ക്രീൻ ആണ് ഫ്ലാഷ്ഡ് എന്ന് പറയുന്നത് അല്ലെ, ഫ്ലാഷ്ഡ് പറയുന്നത്. ഓക്കെ റെഡി. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. പിന്നെ നോക്കൂ റോബോസ് ഹെൽപ്ഫുൾനെസ് എന്താ? ഹൗ ഡിഡ് റോബോ ഫൈൻഡ് ദ കീ? എങ്ങനെയാ? ഫ്ലാഷ്ഡ് ഓൺ ഹിസ് സ്ക്രീൻ ദാറ്റ് ദ കീ വാസ് ഇൻ ദ ഡസ്റ്റ്ബിൻ അല്ലെ, കണ്ടു അല്ലേ, ഇവിടെ കാണിച്ചു കൊടുത്തത് അല്ലേ. അതാണ്. പിന്നെയോ റോബോന്റെ സ്പെഷ്യൽ പവർ, അപ്പോ ഹി ഹാസ് എ സ്ക്രീൻ ദാറ്റ് ഷോ വേർ ലോസ്റ്റ് തിങ്സ് ആർ. എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത് ആ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാവും. ഹിസ് ഹാൻഡ്സ് ക്യാൻ ഗോ ലോങ്, അവന്റെ കൈ ഇങ്ങനെ നീണ്ടു പോകും. അതൊക്കെ അവന്റെ സൂപ്പർ പവറാ അല്ലേ, റോബോന്റെ സൂപ്പർ പവറാ. പിന്നെയോ ഇൻസിഡന്റ് എന്തൊക്കെയാ? ദ കീ വാസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. പിന്നെയോ ദ ക്രോ ടുക്ക് ദ ക്യാബ് ടു ദ മാംഗോ ട്രീ, ദ വിൻഡ് ടുക്ക് ദ ക്യാബ് ടു ദ സിറ്റി പാർക്ക്. അതൊക്കെയാണ് എന്തൊക്കെ ഇൻസിഡന്റ് ഉണ്ടായത്? ഈ പറഞ്ഞ കീ ഡസ്റ്റ്ബിന്നിലായിരുന്നു, പിന്നെ കാക്ക കൊണ്ടുപോയിട്ട് തൊപ്പി കൊണ്ടുപോയിട്ട് മരത്തിന്റെ മുകളിൽ വെച്ച്, പിന്നെയോ ദ വിൻഡ് ടുക്ക് ദ ക്യാബ് ടു ദ സിറ്റി പാർക്ക്. അതൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ഡയലോഗ്, ചെറിയൊരു ഡയലോഗാണ്. ഹെൽപ്പ് മീ പ്ലീസ് ജസ്റ്റ് എ മിനിറ്റ്. കണ്ടോ, റോബോ ഹെൽപ്പ് മീ പ്ലീസ് ജസ്റ്റ് എ മിനിറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമ്മൾ കോൺവെർസേഷൻ ഒക്കെ എന്തായാലും ചോദിക്കും. കോൺവെർസേഷൻ ചോദിക്കും, പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഒരു വീഡിയോ സാറ് വേറെ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് കാണണം, അത് പോയിട്ട് കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇങ്ങനെയല്ല എല്ലാ പാഠത്തിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടും ചോദ്യപേപ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് താഴത്തൂടെ ഇങ്ങനെ പോകുന്ന ആ സാധനങ്ങൾ ചെയ്താൽ മതി, എല്ലാം കിട്ടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ കാണാതെ വരേക്കും ബൈ ബൈ ടാറ്റ.